പൾസർ സുനിക്കൊപ്പം ജയിലിലുണ്ടായിരുന്ന സാക്ഷി ജിൻസൺ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ജിൻസൺ, ഇപ്പോൾ 7 വർഷത്തിനു ശേഷം പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പൾസർ സുനിയുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. ആക്രമിക്കപ്പെട്ട നടിയുടെ നഗ്ന ദൃശ്യങ്ങളടങ്ങിയ ഫോണുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു വെളിപ്പെടുത്തൽ, ഒരു തുറന്നു പറച്ചിൽ പൾസർ സുനിയിൽ നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അതിജീവിതയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ജിൻസൺ, എന്താണ് ഈ കേസിൽ തോന്നുന്നത്? ഇത് പൾസർ സുനി ജാമ്യം ഇറങ്ങി എന്ന് പറഞ്ഞത് ഇത് കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടി മറ്റു പല ആളുകളും അതിന് ശ്രമിക്കും. ഇതിലെ 8ാം പ്രതി, ഞാൻ ഡയറക്റ്റ് പറയട്ടെ, ഇതിൽ 8ാം പ്രതി ആയിട്ടുള്ള ആളുടെ ഉദ്ദേശം എന്തായിരുന്നോ ആ ഉദ്ദേശം ഇനിയാണ് നടക്കാൻ പോകുന്നത്. എന്തായിരിക്കാം? അതായത് എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ഇവരെ സമൂഹത്തില് മോശക്കാരിയാക്കുക എന്നതായിരുന്നല്ലോ അവരുടെ ഉദ്ദേശം. ആ ഉദ്ദേശം പൾസർ സുനിയുടെ ജാമ്യത്തിലൂടെ ഇനി അവരൊരുപക്ഷെ നടപ്പിലാക്കിയേക്കും. അതിനു വേണ്ട ജാഗ്രത പോലീസ് കാണിക്കണം. അതായത് ഈ ഫോണിലുള്ള വിവരങ്ങൾ അടക്കം പുറത്തേക്ക് വിടുമെന്നോ? ഈ ഫോണിലുള്ള വിവരങ്ങള് ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന വിവരങ്ങൾ പോലും ജഡ്ജസ്മാര് കണ്ടു, കോടതി ജീവനക്കാര് കണ്ടു, അങ്ങനെ പലരും കണ്ടു എന്ന വാർത്ത നിലവില് ഇവിടെ അന്തരീക്ഷത്തിൽ പറന്ന് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് പൾസർ സുനിക്ക് ജാമ്യം കിട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പൾസർ സുനിയുടെ കയ്യിൽ നിന്നാണ് ഇനി അത് ലീക്ക് ആവുക എന്നൊക്കെ ഒരു ധാരണ പൊതുവെ വരാൻ പാകത്തിന് ഇനി അദ്ദേഹത്തെ വീണ്ടും അകത്തേക്ക് വിടാനുള്ള സംവിധാനങ്ങൾ ഇതിന് ഇടയിൽ ഗൂഢാലോചന നടത്തുന്ന ആളുകൾ ചെയ്യും എന്നൊരു ധാരണ എനിക്കുണ്ട്. അത് വേണ്ട രീതിയിൽ പരിഗണിക്കാൻ കേരള പോലീസിനും അതുപോലെ സർക്കാരും ജാഗ്രത കാണിച്ചില്ലെങ്കിൽ വലിയ ആപയ്ക്ക് പോകും. ആ അതിജീവിതയ്ക്ക് വേണ്ട പരിരക്ഷ ഈ കേരള സർക്കാർ കൊടുക്കണം. ഈ പൾസറിന്റെ ഫോൺ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണല്ലോ ജിൻസൺ. അതിൽ കൃത്യമായൊരു മറുപടി പൾസർ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുമായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമുണ്ട് പോലീസിന്. അത് ഏത് പോലീസാണ് കൊണ്ടുപോകുക? അജ്ഞനായിട്ടുള്ള പോലീസാണോ അതോ ചില സാമർത്ഥ്യം കാണിക്കുന്ന, അതായത് ഒരുപാട് സ്വാധീനങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ള ആളുകളുടെ കുറച്ച് പോലീസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അതായത് കേരള പോലീസിൽ 2 വിഭാഗം ഉണ്ടാവുമല്ലോ. കുറച്ച് പണം വാങ്ങുന്ന പണത്തിന്റെ കീഴിൽ നിൽക്കുന്ന കുറച്ച് സംവിധാനങ്ങളും, അതായത് അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പൊ അതിലൊക്കെ പെട്ട് പൾസർ സുനിയെ പൊക്കിക്കൊണ്ട് പോവാതിരിക്കാൻ പൾസർ സുനിയുടെ കുടുംബക്കാരും പോലുള്ള പൾസർ സുനിയോടൊപ്പം നിൽക്കുന്ന ആളുകളും നോക്കേണ്ടതാണ്. ജെനുവിനായി നിൽക്കുന്ന ബൈജു പൗലോസിനെ പോലുള്ള, അതുപോലെ അവരുടെ അസിസ്റ്റന്റ് ചെയ്യുന്ന ആളുകളൊന്നും അത്തരം കാര്യങ്ങൾക്ക് നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ അവരുമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷി പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പല പ്രാവശ്യം പോയപ്പോൾ അവരിൽ നിന്നും കിട്ടിയ അനുഭവങ്ങൾ വളരെ ജെനുവിനായ രീതിയിലാണ്. പക്ഷേ ഇതില് ഉൾസ കളിക്കുന്ന കുറെ ആളുകളുണ്ടാവും. അവരൊക്കെ ഏതൊക്കെ രീതിയിൽ പൾസർ സുനിനെ ഇനി വിനിയോഗിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അതായത് ഇനി പുറത്തു വരുന്ന കാര്യങ്ങൾ മുഴുവൻ പൾസർ സുനിയുടെ തലക്കിട്ട് പൾസറാണ് ചെയ്തത് എന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഇനി പൾസർ സുനി ഇതുവരെ ജയിലിനകത്തായിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട മുൻപ് നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും എന്തു വന്നാലും ഇപ്പൊ ബാലേന്ദ്രകുമാർ പറഞ്ഞ കുറെ വെളിപ്പെടുത്തലുകളും മറ്റു കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആരിലേക്കാണ് ചെന്നെത്തുന്നതെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യം ഉള്ളിടത്തോളം കാലം അതൊന്നും പുറത്തേക്ക് വിടില്ല. ഇനി പൾസർ സുനി പുറത്തു വന്നാൽ തീർച്ചയായിട്ടും സുനിയിൽ നിന്നായിരിക്കും മറ്റു കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ലീക്ക് ആവുക എന്നുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിന് വരും. അത് തീർച്ചയായിട്ടും വരും. അതിജീവിതയുടെ അഭിഭാഷകർ പറയുന്നത് ഈ പൾസർ സുനിയുടെ ജീവന് പോലും ഭീഷണിയുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ അവർ നടത്തി. കൊല്ലം ജയിലിൽ കിടന്നൊരു വ്യക്തിയാ. പൾസർ സുനിയുടെ ജീവനാണോ ആപത്തുണ്ടാവുക അതോ മറ്റു പലരുടെയും ജീവനാണോ ആപത്തുണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. 7.5 കൊല്ലം ജയിലിൽ കിടന്ന ആള്, ഞാൻ ഏകദേശം 1 വർഷത്തോളം ജയിലിൽ കിടന്നപ്പോൾ എനിക്കുണ്ടായ ബന്ധങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അതുപോലെ 7.5 കൊല്ലം സുനിനെ സംബന്ധിച്ച് സുനി എല്ലാവരോടും നല്ല സൗഹൃദം പുലർത്തി പോകുന്ന ഒരു വ്യക്തിയാണ്. 7.5 കൊല്ലം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തിക്കുള്ള ബന്ധങ്ങൾ എന്താവും ഏതാവും എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ ഒരു അനുമാനത്തിൽ, അതിനകത്ത് മറ്റു ഭാഷ്യങ്ങളൊന്നും കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എങ്ങനെയാവുന്നുള്ളത്. ഇനി ആരുടെയൊക്കെ ജീവന് ഭീഷണിയാവുന്നുള്ളത് കാത്തിരുന്ന് കണ്ടാൽ മതി. അത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണല്ലോ ജിൻസൺ പറഞ്ഞു വെക്കുന്നത്. ജയിലിന്റെ ഉള്ളിൽ കിടന്ന, ജയിലിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഇത്തരം പറഞ്ഞതാ. ഇത്തരം കാര്യങ്ങൾ എല്ലാവരും തുറന്നു പറഞ്ഞോളൊന്നുമില്ല. ഞാൻ തുറന്നു പറയും. കാരണം എനിക്ക് ഒരേ ഒരു നിലപാടുള്ളൂ, അന്നും ഇന്നും എന്നും. ജിൻസൺ എന്തെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടോ?
ഭീഷണിയല്ല. ഭീഷണി എന്ന് പറയുന്ന സൗഹൃദ നിലയ്ക്കുള്ള ഭീഷണിയും പിന്നെ അതുപോലെ സാമ്പത്തിക സഹായങ്ങളും അതുപോലെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും വീണിട്ടില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അല്ല, ഈ വിചാരണ വൈകിക്കുന്നു എന്നുള്ള കാര്യം സുപ്രീം കോടതി കൂടി ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. വിചാരണ വൈകിച്ചത് ഈ 8ാം പ്രതിയാണ്. 8ാം പ്രതിയുടെ അഭിഭാഷകനാണ് ഈ താങ്കൾ പറഞ്ഞ നല്ല ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 109 ദിവസം വിസ്തരിച്ചത്. അങ്ങനെ ഈ കാര്യങ്ങൾ നീട്ടുകയായിരുന്നു. അപ്പോൾ 8ാം പ്രതിക്ക് അതിനൊക്കെയുള്ള ശക്തിയുണ്ട്. ജിൻസൺ വളരെ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. പൾസർ പുറത്തിറങ്ങുമ്പോൾ പല രൂപത്തിലുള്ള ആശങ്കകളുണ്ട് എന്ന് ജിൻസൺ പറയുന്നു. പൾസർ സുനിക്കൊപ്പം ജയിലിൽ 1 വർഷം ഉണ്ടായിരുന്നതാണ് ജിൻസൺ. അതിനുശേഷമുള്ള കാര്യമാണ് ഇപ്പോൾ ജിൻസൺ പറഞ്ഞത്.